നടൻ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 71 വയസ്സിലാണ് അന്ത്യം. നടൻ, നാടക പ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായ E.A. രാജേന്ദ്രൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. സിനിമകളിൽ മാത്രമല്ല, കാളിദാസ കലാകേന്ദ്രമടക്കം നാടക പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന E.A. രാജേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ കുടുംബമാകെയും ഒരു നാടക കുടുംബമാണ്. മുകേഷിൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഒരുപക്ഷെ ആ രീതിയിൽ കൂടി നമ്മൾ ശ്രദ്ധേയമാണ്. ചില സിനിമകളിലെ ചില റോളുകളിലൂടെയും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അതിനപ്പുറം നാടക മേഖലയിലെ വലിയ സാന്നിധ്യം എന്ന നിലയിൽ കൂടിയാണ് E.A. രാജേന്ദ്രനെ ഓർക്കുന്നത്. തൃശ്ശൂരിലാണ് ജന്മമെങ്കിലും കുറേ കാലമായി അദ്ദേഹം കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. നാടക പ്രവർത്തനം, ഒപ്പം തന്നെ ടെലിവിഷൻ സീരിയലുകളിൽ, സിനിമകളിൽ, അങ്ങനെ സജീവമായ ഒരു കലാജീവിതമാണ് അവസാനിക്കുന്നത്. 71 വയസ്സിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് വരുന്നത്. കോളേജ് പഠനകാലത്തിന് ശേഷം ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുകൂടി ഈ നാടക പഠനം, അഭിനയ പഠനമൊക്കെ നടത്തിയ ആളാണ് E.A. രാജേന്ദ്രൻ. അത്തരത്തിലൊരു തലമുറയിലെ ഒരു നടൻ കൂടി വിടവാങ്ങുകയാണ്. മാധവൻ്റെ മകളും മുകേഷിൻ്റെ സഹോദരിയുമായ സന്ധ്യ രാജേന്ദ്രനാണ് ഭാര്യ. ഇപ്പോൾ സൂര്യ ഗായത്രി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യ, എപ്പോഴാണ് ഈ വിയോഗ വാർത്ത വന്നത്? എവിടെ വെച്ചായിരുന്നു അന്ത്യം? അല്പസമയം മുമ്പാണ് ഈ വിയോഗ വാർത്ത അറിയുന്നത്. നടനും സംവിധായകനും നാടക നടനും ഒക്കെയായിരുന്നു E.A. രാജേന്ദ്രൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൊല്ലത്തെ വസതി വെച്ചായിരുന്നു അന്ത്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്കാരം അത് നാളെ ജന്മസ്ഥലമായ തൃശൂർ തൃത്തല്ലൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ നടനായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു വേഷങ്ങളിലൂടെയും ഒക്കെ മലയാള പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന വ്യക്തി കൂടിയായിരുന്നു E.A. രാജേന്ദ്രൻ. നാടക നടൻ എന്ന നിലയ്ക്കും കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ നാടകത്തിന് പേരുകേട്ട ജില്ല കൂടിയാണ്. അവിടുത്തെ പ്രധാന നാടക ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു E.A. രാജേന്ദ്രൻ. കുറെ നാളുകളായിട്ട് കരൾ സംബന്ധമായ രോഗത്തിற்கு തുടർന്ന് അവശ നിലയിൽ കഴിയുകയായിരുന്നു. വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. തീർച്ചയായും നാടകരംഗത്തായിരുന്നു രാജേന്ദ്രൻ ഏറെ സജീവമായത്. തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂർ നാടകത്തിൻ്റെ ഈറ്റില്ലമാണ്. അവിടെ നിന്ന് വിവാഹശേഷമാണ് കൊല്ലത്തേക്ക് വരുന്നതും പിന്നീട് ഭാര്യാപിതാവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ചുമതലക്കാരായി രാജേന്ദ്രനും സന്ധ്യയും E.A. രാജേന്ദ്രനും സന്ധ്യ രാജേന്ദ്രനും ആ നാടക സമിതിയെ ജീവസുറ്റതാക്കി മാറ്റിയതാണ്. ഇരുവരും അഭിനേതാക്കളുമായിരുന്നു, അവിടുത്തെ പ്രധാന അഭിനേതാക്കളുമായിരുന്നു. നിരവധി പുരസ്കാരങ്ങൾ പ്രൊഫഷണൽ നാടകമേഖലയ്ക്ക് നൽകിയ വലിയ സംഭാവന ഒക്കെ വിസ്മരിക്കാനാവാത്തതാണ്. നടൻ എന്ന നിലയിൽ പല സിനിമകളിലും നമ്മൾ പട്ടാഭിഷേകം അടക്കമുള്ള ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. കാളിദാസ കലാകേന്ദ്രം അതിൻ്റെ ഏറ്റവും മികച്ച നാടകങ്ങളെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത് E.A. രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ്. അങ്ങനെ തൃശ്ശൂരുകാരനായ രാജേന്ദ്രൻ കൊല്ലത്ത് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ അമരക്കാരനായി മാറുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.